Actually, Christ was stripped off when he was crucified. നമ്മൾ കർത്താവിൻ്റെ ഒരു ക്രൂശിലൊക്കെ കാണുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ അല്പം തുണിയൊക്കെ ഉള്ളതായിട്ട് ചിത്രകാരന്മാർ വരച്ചു കാട്ടുമെങ്കിലും യേശു ക്രിസ്തുവിനെ മുഴുനഗ്നനായിട്ടാണ് ക്രൂശിൽ കിടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ക്രിസ്തു ആത്മാവിൽ തൻ്റെ ക്രൂശീകരണത്തിലൂടെ പിശാചിനെയും അവൻ്റെ പ്രവർത്തനത്തെയും പൈശാചികമായ സകല അധികാരത്തെയും വാഴ്ചകളെയും സ്ട്രിപ്പ് ഓഫ് ചെയ്ത് പരസ്യകോലമാക്കി എന്ന് കാണുന്നു. കൊലോസ്യ ലേഖനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് 2-3 മെസ്സേജുകളിലൂടെ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. Once again, I greet you all in the precious name of our Lord and Savior Jesus Christ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതും ചിന്തിച്ചതും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 5 തൊട്ടുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. 2 കാര്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയെക്കുറിച്ച് സന്തോഷിക്കുകയാണ്. ഒന്ന്, അവരുടെ ക്രമം എന്ന് പറഞ്ഞാൽ ദ ഓർഡർ. കുത്തഴിഞ്ഞ പുസ്തകം പോലെ അല്ല, ഒരു ക്രമത്തോടു കൂടിയുള്ള അവരുടെ രീതി ഇതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു. 2, വിശ്വാസത്തിൻ്റെ സ്ഥിരത. വിശ്വാസത്തിൽ അവരെ തകർക്കുവാനുള്ള പോരാട്ടം ചുറ്റുപാടിൽ നിന്നുണ്ട്, സാത്താനും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവർ നിൽക്കുന്നു. 6-7 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. വോക്ക് ഇൻ ദ ഫെലോഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പീൻ. പല കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നു. ഒന്ന്, അവനിൽ വേരൂന്നുക. നമ്മുടെ ബേസിക് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം, അവനിൽ വേരൂന്നിയായിരിക്കണം എന്നും നമ്മൾ അനുദിനം ആത്മീക വർധനവ് പ്രാപിക്കണമെന്നും ഉപദേശത്തിലൂടെ നമുക്ക് ലഭിച്ചതിനൊത്ത വണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിക്കണമെന്നുമുള്ള പ്രബോധനം 7-ാം വാക്യം വരെ വായിക്കുകയാണ്. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതെ ഇരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണവും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണവും അല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണമുള്ളതല്ല. അതിനാലല്ലോ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പൗലോസ് പറയുന്നു, സൂക്ഷിക്കുകയും വിട്ടൊഴിയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഫിലോസഫീസ്, തത്വജ്ഞാനം. 2ാമത് പറഞ്ഞിരിക്കുന്നത് എംപ്റ്റി ഡിസീറ്റ്, വഞ്ചന, ചതി. 3ാമത് പറഞ്ഞിരിക്കുന്നത് ട്രഡീഷൻസ് ഓഫ് മേൻ, മനുഷ്യൻ്റെ പാരമ്പര്യത്തിലുള്ള അടിസ്ഥിതമായ ചില കാര്യങ്ങൾ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അവിടെ പറയുകയാണ്, ഈ ഫിലോസഫി അവിടെ വന്നിരിക്കുന്നത് നോസ്റ്റിക് ചിന്താഗതിയിൽ നിന്നാണ്. നോസിസം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിലോസഫിയും ആ കാലത്തെ പ്രാദേശികമായ ചില ചിന്തകളും കൂടെ ഒക്കെ മിക്സ് ചെയ്ത ഒന്നാണ്. ആ നോസ്റ്റിക് ചിന്താഗതി എല്ലാം അറിയണം, എല്ലാം അറിഞ്ഞിട്ട്, അപ്പോൾ ക്രിസ്തു പൂർണ്ണതയല്ല, നമ്മൾ വേറെ കുറേ കൂടെ അറിയണം എന്നുള്ള ഒരു ചിന്തയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അടിച്ചുറപ്പിച്ച് തറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്, യേശു ജഡത്തിൽ വന്ന ദൈവമാണ്. അവനെ യഥാർത്ഥമായി ഗ്രഹിച്ചാൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അവനാണ് തല, നാമാണ് അവൻ്റെ ശരീരം എന്നവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അവിടെ ജൂവിഷ് മിസ്റ്റിസിസം ഉണ്ട്.
ജൂയിഷ് മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഗ്രീക്ക് മിസ്റ്റിസിസവുമായിട്ട് അല്പം താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഗ്രീക്ക് ചിന്താഗതി യഹൂദ ചിന്തയിലും കടന്നു വന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ ലോകമെല്ലാം മെറ്റീരിയലാണ്. അപ്പോൾ ദൈവം ഹോളിയാണ്, പ്യുവറാണ്. ആ ദൈവത്തിന് ഗോഡ് ഈസ് ആബ്സല്യൂട്ട്ലി പ്യുവർ ആൻഡ് ഹോളി, ബട്ട് മെറ്റീരിയൽ ഈസ് ആബ്സല്യൂട്ട്ലി പുവർ ആൻഡ് അൺഹോളി. അത് ഇംപ്യൂറാണ്. അപ്പോൾ ദൈവത്തിന് ഡയറക്റ്റ് മനുഷ്യനുമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ദൈവത്തിന് ജഡത്തിൽ അവതരിക്കാൻ പോലും സാധിക്കില്ല. കാരണം ജഡം മെറ്റീരിയലാണ്, മെറ്റീരിയത്തിൽ ഇംപ്യൂരിറ്റി ഉണ്ട്, ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യേശുവിനെ അറിയുന്നത് മാത്രം പോരാ, വേറെ ചിലതൂടെ അറിയണം എന്നുള്ള തത്വജ്ഞാനമാണ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ശക്തമായി പ്രസ്താവിക്കുകയാണ്, യേശു ജഡത്തിൽ വന്നത് ഏകദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്. അവനെ നിങ്ങൾ അറിയുമ്പോൾ പെർഫെക്ഷനിലേക്ക് എത്തുന്നു. യേശുവാണ് പെർഫെക്ഷൻ എന്ന് അരക്കിട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. അതുപോലെ ഈ മിസ്റ്ററി ഓഫ് റിലിജിയൻ, മിസ്റ്ററി അനേകം മതങ്ങൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കണം. മിഡിൽ ഈസ്റ്റാണ്. അതുപോലെ ഇന്ന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നില്ല, അന്ന് അത് റോമാ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലുള്ള ടർക്കി, ഇന്നത്തെ ടർക്കിയുടെ ഭാഗങ്ങളിലാണെന്ന് മനസ്സിലാക്കണം. 3 കൾച്ചറാണ് ശക്തമായി അവിടെ നിൽക്കുന്നത്. കാരണം യഹൂദന്മാർ ധാരാളം ഉള്ളതുകൊണ്ട് യഹൂദന്മാരുടെ ചിന്താഗതികളുണ്ട്. ഗ്രീക്കുകാരുടെ ഇൻഫ്ലുവൻസ് റോമാ സാമ്രാജ്യം ഭരണം ഏറ്റെടുത്തെങ്കിലും മാറിയിട്ടില്ല. കാരണം അലക്സാണ്ടർ വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം അവരുടെ ഭാഷ, അതുപോലെ കൊയിനിയ ഗ്രീക്ക് താൻ കോൺകർ ചെയ്ത് എല്ലാ ദേശത്തും അഭ്യസിപ്പിക്കുവാൻ ടീച്ചേഴ്സിനെ ആക്കി പഠിപ്പിച്ചിരുന്നത് കൊണ്ട് ഗ്രീക്ക് തത്വശാസ്ത്രവും തത്വജ്ഞാനവും അവിടെ കടന്നു വന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ മിലിറ്ററി അവരെ ഭരിക്കുന്നുണ്ടെങ്കിലും, റോമാ സാമ്രാജ്യമാണ് ഭരിക്കുന്നതെങ്കിലും ഗ്രീക്ക് കൾച്ചർ അവിടെ കുടികൊള്ളുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെഡിയാട്രിക് എന്നുള്ള വാക്ക്, അല്ലെ കാർഡിയോ, അതുപോലെയുള്ള എല്ലാ വാക്കുകളും ഗ്രീക്ക് ഒറിജിനാണ്. നമ്മളത് ഇംഗ്ലീഷ് ഭാഷയിലും അന്നത്തെ റോമാക്കാർ അവരുടെ ഭാഷയിലും ഉപയോഗിക്കുന്നെങ്കിലും ന്യൂമോ, ഇതുപോലെയുള്ള ന്യൂമോണിയ, അതുപോലെയുള്ള ന്യൂമോ, ശ്വാസകോശം, ഇതുപോലെയുള്ള എല്ലാ വാക്കുകളും സയൻറ്റിഫിക് ടെർമിനോളജി പലതും കടന്നു വന്നത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. അപ്പോൾ റോമാക്കാർ ലിറ്ററലി അവരെ ഭരിക്കുന്നെങ്കിലും കൾച്ചർ ഏതാണ്? അതിന് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അഥവാ BC 300കളിൽ ആ പ്രദേശം കോൺകർ ചെയ്ത അലക്സാണ്ടർ കൊണ്ടുവന്ന സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ഇൻഫ്ലുവൻസ് അവിടെ കിടക്കുക. അപ്പോൾ അവർ പറയുന്നത് ദൈവം ഡയറക്റ്റ് മനുഷ്യനോട് ഇടപെടുന്നില്ല, ഇൻഫീരിയർ സ്പിരിറ്റോടുകൂടെ ഇടപെടുന്നു. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ മൂലം ഇടപെട്ടേക്കാം, ദൈവം നേരിട്ട് ഇടപെടുന്നില്ല. എന്നാൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് എന്താണ്? പണ്ട് ദൈവം പ്രവാചകന്മാരോട് സംസാരിച്ചു, അല്പമായി സംസാരിച്ചു, ഈ കാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിലും. അതുപോലെ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പ്രസ്താവിക്കുന്നത് ജഡത്തിൽ വന്നവനാണ് ദൈവം മനുഷ്യനായി, അതാണ് യേശു എന്നും പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണിത്. പൗലോസ് പറയുന്നത്. പൗലോസ് മറ്റേതിനെ അടിച്ചു താഴ്ത്തുകയല്ല, യേശുവിൻ്റെ ശ്രേഷ്ഠതയെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും ഉള്ള വ്യഗ്രത, നമുക്ക് എതിർപ്പുള്ളതിനെ അടിച്ച് തകർത്താൻ നോക്കും. പൗലോസ് അതല്ല ചെയ്യുന്നത്, നമുക്കുള്ളത് നല്ലതാണെന്ന് തെളിയിക്കുക. എബ്രായ ലേഖനത്തിലും അതാ ചെയ്യുന്നത്. യേശു ദേവന്മാരെക്കാൾ അഥവാ ദൂതന്മാരെക്കാൾ വലിയവൻ, യേശു ദേവാലയത്തേക്കാൾ വലിയവൻ, യേശു യാഗത്തേക്കാൾ ഉന്നതൻ, യേശു മോശയേക്കാൾ വലിയവൻ, യേശു പുരോഹിതന്മാരെക്കാൾ വലിയവൻ, യേശു ഏക ദൈവമാണ്, സത്യ ദൈവമാണ് എന്ന് തെളിയിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ ഉയർത്തുകയും, ക്രിസ്റ്റോളജി, ക്രിസ്തീയ ശാസ്ത്രം ഉയർത്തി കാണിക്കുന്ന ലേഖനങ്ങളാണിതൊക്കെ. യേശുവിൻ്റെ മഹാത്മ്യം, യേശു ആരെ എന്നറിഞ്ഞാൽ അതിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്നും, അവൻ തലയായിരിക്കുന്ന സഭയ്ക്ക് ഏറ്റവും അനിവാര്യം അവനുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിനെ അറിയുക എന്നുള്ള യാഥാർത്ഥ്യമാണെന്നുള്ള ശക്തമായ ഉപദേശമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. സ്തോത്രം. നമ്മൾ യോഹന്നാനും ഇതേ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം എഴുതി,
ഈ ജഡത്തിൽ യേശുവിന് വരാൻ പറ്റത്തില്ല ദൈവമാണെങ്കിൽ എന്നുള്ള ഒരു ഉപദേശമുള്ളപ്പോൾ എടുത്തോട്ടെ യോഹന്നാൻ്റെ 2-ാം ലേഖനം, ഗോസ്പലല്ല, സെക്കൻഡ് ജോൺ, അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം. കുറച്ച് വായിക്കണേ. 2 ജോൺ, 2 ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 7. അപ്പോൾ യേശുക്രിസ്തു അഥവാ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവർ, അപ്പോൾ യേശു ജഡത്തിൽ വിടാൻ ഒക്കുകയില്ല. കാരണം ദൈവത്തിന് ജഡം ധരിക്കാൻ കഴിയില്ല. ജഡം അഥവാ എലമെൻറ്റ്സ് അല്ലെ മെറ്റീരിയൽ അശുദ്ധമാണെന്നുള്ള പഠിപ്പിക്കലിന് എതിരായി മെറ്റീരിയലിലേക്ക് വന്ന, ജഡത്തിലേക്ക് വന്ന സാക്ഷാൽ ദൈവം ക്രിസ്തു. അതുപോലെ ഇന്ന് കൊലാസ്യലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം എടുത്തേ, 19 തൊട്ടുള്ള വേദശകലങ്ങളൊന്ന് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം സകലത്തെയും ദൈവത്തോട് നിരപ്പിപ്പാൻ ദൈവം ജഡത്തിൽ വന്ന് അവൻ്റെ രക്തം ചൊരിഞ്ഞ് യാഗമായി തീർന്നതിലൂടെ സാധ്യമായി എന്നുള്ള ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ 8-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൃപയിലും കൂട്ടായ്മയിൽ നടപ്പീൻ. വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനുള്ള ഒത്തവണ്ണവും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണവും അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അപ്പോൾ ട്രഡീഷൻസ്, എല്ലാ പാരമ്പര്യവും അഴുക്കാണോ? ഒരിക്കലുമല്ല. എത്രയോ നല്ല പാരമ്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ പാരമ്പര്യങ്ങളെ മുഴുവൻ തർജ്ജനം ചെയ്ത് കളയുകയല്ല. പിന്നെന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എംഫസിസ് ക്രിസ്തുവിന് കൊടുക്കണം. ചില പാരമ്പര്യങ്ങൾ വ്യർത്ഥമാണ്. ഉദാഹരണമായിട്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൻ്റെ അവിടെ പോയിട്ടുണ്ട്. അവരുടെ പാർലമെൻറ്റിൽ അറ്റൻഡും ചെയ്തിട്ടുണ്ട്. മേളിലിരുന്നുകൊണ്ട് അവിടെ സാധാരണ ആളുകൾക്കും പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോളയിൽ, ഒരു ഭിത്തിയിൽ ആരെയും തൊടിക്കത്തില്ല. ഒരാളവിടെ കാവൽ നിൽക്കുക, ഇത് തൊടിക്കാതിരിക്കാൻ. ഡോണ്ട് ടച്ച് ഓൺ ദ ബോൾ എന്നുള്ള രീതിയിൽ അവിടെ തടസ്സക്കാരനായിട്ട് നിൽക്കുക. അപ്പോൾ ഒരാൾ പഠിച്ചു, വൈ ഈസ് ഹി ഡൂയിങ് ദിസ് ട്രഡീഷൻ, ഡോണ്ട് ടച്ച് ഓൺ ദ ബോൾ. അപ്പോൾ ഒരാൾ, ഞങ്ങളൊന്നും അതൊന്നും ചിന്തിക്കാനൊന്നും പോയില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് പഠിച്ച ഒരാളിന് മനസ്സിലായത്, ഈ ആളിൻ്റെ അപ്പൻ 30 കൊല്ലം അവിടെ നിന്ന് ഈ ജോലി ചെയ്തിട്ടുണ്ട്, ഈ ഭിത്തിയെ തൊടിക്കാതിരിക്കാൻ. അവർക്ക് ശമ്പളം ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ഭിത്തിയെ തൊടാതിരിക്കാൻ മോനും ദീർഘവർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ്, പേച്ചക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങേരുടെ അപ്പൻ ഒരു പെയിൻ്റ് അടിക്കാരനായിരുന്നു. അദ്ദേഹം പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞു, ഈ പെയിൻ്റ് ഉള്ളതാണല്ലോ, ആളുകൾക്ക് ഇതിൽ വരുന്നുണ്ട്, അത് തൊടാതിരിക്കാനായിട്ട് തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞു. പുള്ളി ചില ദിവസങ്ങളോളം അവിടെ നിന്ന് തടസ്സപ്പെടുത്തി, അതേ തൊടരുത്, വെറ്റ് പെയിൻ്റാണ്, ടച്ച് ചെയ്യരുത്, പെയിൻറ്റ് പോവും, അതുകൊണ്ടാണ്. പക്ഷേ ഇതൊരാചാരമായിട്ട് മാറി 30 കൊല്ലം അവിടെ നിന്ന് ശമ്പളം മേടിച്ചു. അയാളുടെ മോനും വന്ന് ഈ ട്രഡീഷൻ ചെയ്യുക, അതേ തൊടിക്കാതിരിക്കാൻ. അപ്പോൾ ഈ പാരമ്പര്യം, അതുപോലെ ടർക്കി, നമ്മൾ താങ്ക്സ് ഗിവിങ്ങിന് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ചിലർക്ക്. ടർക്കിയുടെ ഒരറ്റം മുറുക്കി. അപ്പോൾ അത് ആലോചിച്ച് വന്നപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച പാത്രത്തിന് അവരുടെ വല്യമ്മ, ഒരു ഫാമിലിയുടെ കാര്യമാണ് ഇത് പറയുന്നത്, മൊത്തം അമേരിക്ക മൊത്തം ഉള്ളതല്ല, ഒരു വീട്ടിൽ. അപ്പോൾ ഒരിക്കലും ഇവരുടെ വല്യമ്മച്ചി കുക്ക് ചെയ്തപ്പോൾ ഈ ടർക്കി ഇറക്കി വെക്കാനുള്ള വലിപ്പം ഇച്ചിരി അല്പം കുറവാണ്. അതിന് ടർക്കിയുടെ ഒരു പറ്റം ചാലമൊന്ന് മുറിച്ച് ചോദിച്ചപ്പോൾ അതിറങ്ങി. അപ്പോൾ പിന്നെ പിള്ളേർ വന്നപ്പോൾ അവരെല്ലാം വലിയ പാത്രം വാങ്ങിച്ചെങ്കിലും അവർ ടർക്കിയുടെ ഒരറ്റം മുറിക്കാൻ തുടങ്ങി. കാരണം ഇതൊരു പൊള്ളയായ ട്രഡീഷനാണ്, ഇന്നതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ചില ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അവ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേക ചില ദിവസങ്ങൾ, ഉദാഹരണമായിട്ട് ഞായറാഴ്ച ആരാധിച്ചെങ്കിൽ മാത്രമേ ആരാധനയാകുകയുള്ളൂ. നമ്മൾ മുസ്ലിം രാജ്യങ്ങളിൽ പോയാൽ ആരാധിക്കുന്നത് എന്നായിരിക്കും? വെള്ളിയാഴ്ച ആയിരിക്കും.
അപ്പോൾ ഈ പ്രഷറും അവർക്ക് കടന്നു വന്നു. യഹൂദന്മാരാണ് കൂടുതൽ ആളുകൾ അവർക്ക് ചുറ്റും വിശ്വാസികളെക്കാൾ. ഏറ്റവും കൂടുതൽ ആളുകൾ ജാതിയിൽ നിന്ന് വന്നവരാണ്, ജാതിക്കാരുമാണ്. അപ്പോൾ അവർക്കെല്ലാം ഓരോ പാരമ്പര്യമുണ്ട്. ഉദാഹരണമായിട്ട് യഹൂദൻ്റെ ഒരു ട്രഡീഷനാണ് ശാബത്തിൽ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ സാറ്റർഡേയിൽ ആരാധിക്കണം. എന്നാൽ സഭായുഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കാനായിട്ട് അവർ കൂടി വന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് കോൺസ്റ്റന്റൈൻ ഞായറാഴ്ച ദിവസം ആരാധനയായിട്ട് ഉപദേശത്തിൽ കൊണ്ടുവരുന്നതിന് ഏതാണ്ട് 3 നൂറ്റാണ്ടിന് മുമ്പ് ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭത്തിൽ തന്നെ പിതാക്കന്മാർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് തിരുവചനം വായിക്കുന്നു. അപ്പോൾ ശാബത്തിൽ അല്ലെങ്കിൽ സാറ്റർഡേ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ട്രഡീഷനുമായിട്ട് യഹൂദ മതത്തിൽ നിന്ന് വന്നവരെ ഉപദേശിക്കുക. അപ്പോൾ പറയുകയാണ് പൗലോസ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് അവസാനം വരുത്തണം. വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ എന്നല്ല, നമുക്ക് അവസരം ലഭിക്കുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കണം. ദിവസത്തിൻ്റെ പ്രത്യേകതയല്ല എന്നുള്ള സത്യത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതുപോലെ മീറ്റ് ദ പർപ്പസ്, ദൈവം വച്ചിരിക്കുന്ന ഉദ്ദേശം നിറവേറ്റുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇതുപോലെയുള്ള എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുകയാണ്. എന്നാൽ അനേക ട്രഡീഷൻസ് ഇവർക്കുണ്ട്. ആരാധന പേടിച്ചതിനെയൊക്കെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ആ കാലത്ത് ആളുകൾക്കുണ്ടായിരുന്നു, ജാതികളിൽ, അഥവാ ഗ്രീക്ക് കൾച്ചറിൽ. അതുകൊണ്ടാണ് അവർ പേടിച്ച ഒരു കാര്യമാണ് തീ. തീ പിടിച്ചു വന്നാൽ അതിനെ ഒതുക്കാനൊക്കത്തില്ല, എന്നാൽ പിന്നെ തീയെ അങ്ങ് വർഷിപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ കൊടും കാറ്റ് വന്നാൽ ഭയങ്കര കുഴപ്പമാണ്, അപ്പോൾ അതിനെ അങ്ങ് ആരാധിക്കുക. അപ്പോൾ സർപ്പത്തെ വലിയ പേടി, അപ്പോൾ പിന്നെ സർപ്പത്തെ അങ്ങ് ആരാധിക്കുകയാണ്. ഇങ്ങനെയുള്ള ട്രഡീഷൻസ് ഭയത്തിൽ നിന്നുമൊക്കെ ആചാരമായി കടന്നു വന്നു. അപ്പോൾ ഇതിനെയെല്ലാം തച്ചുടയ്ക്കത്തക്ക രീതിയിൽ, ശക്തിയുക്തമായ രീതിയിൽ ദൈവാത്മ പ്രേരണയാൽ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ. ഹല്ലേലൂയ. അതുപോലെ അവർ തിരിച്ചു പ്രവർത്തിക്കുന്നതിലൂടെയാണ് രക്ഷ എന്നുള്ള ചിന്ത. നമുക്കറിയാം, ചില പള്ളികളിൽ പോലും പഴയ കാലങ്ങളിൽ പള്ളിയുടെ ചുറ്റും കിടന്ന് കറങ്ങുക, ഉരുളുക. അപ്പോൾ ദേഹത്തിന് ഉപദ്രവം വഹിച്ചുകൊണ്ട് എന്തു ചെയ്യുക, അവരേതാണ്ട് സേവനം ദൈവത്തിന് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുക. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതറും മുട്ട കയറുക ചരളെ കൂടെ വത്തിക്കാനിൽ, ഏതാണ്ട് നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. മുട്ടൊക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തെ റോമാലേഖനത്തിലെ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമാണ് കാരണം, അല്ലാതെ എൻ്റെ പരിശ്രമത്താൽ അല്ല എന്നുള്ള ആ ജ്ഞാനം അദ്ദേഹത്തിന് ലഭിക്കാൻ സാധിച്ചത് താൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. നമുക്ക് നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താലാണ് നീതീകരണം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവകൃപ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനം കൊണ്ടാണോ? നമ്മൾ ഇന്ന കാര്യം ചെയ്തതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ നാം രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം വിശ്വാസത്താൽ നാം മുന്നേറുകയാണ്, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ മിസ്റ്റിക് റിലിജിയൻസ് അതല്ല, നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള പഠിപ്പിക്കൽ വന്നു, എന്നേലേ രക്ഷ പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ള രീതിയിൽ. എന്നാൽ നാം ദൈവകൃപയിലാണ് നിലനിൽക്കുന്നതെന്ന് 9-10 വാക്യങ്ങൾ വായിക്കുന്നു. വായിച്ചാട്ടെ 9-10 വാക്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൽ നാം പരിപൂർണർ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുക, അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ മച്വേർഡ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള പഠിപ്പിക്കലാണ് പൗലോസ് തരുന്നത്. അല്ലാതെ നമ്മുടെ ചില ആചരണങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല എന്ന് പൗലോസ് ശക്തമായി വിളിപ്പിക്കുന്നു. ഹല്ലേലൂയ. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. കാരണം എന്താണ്?
ജീസസ് ഈസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്വത്തിൻ്റെ ഒരംശം പോലും കുറവുള്ള വ്യക്തി അല്ല ക്രിസ്തു. ദൈവത്തിൻ്റെ സമ്പൂർണതയാണ് ക്രിസ്തു. അതുകൊണ്ട് അവനെ അറിയുക, അങ്ങനെ നാം വിശ്വാസത്തിൽ മുന്നേറണം എന്നുള്ള ഒരു പഠിപ്പിക്കലാണ് പൗലോസ് ഇവിടെ തരുന്നത്. 11-12 വാക്യം കൂടെ വായിച്ചാട്ടെ. അപ്പോൾ ഈ അഗ്രചർമ്മം കളയുക അല്ലെങ്കിൽ പരിച്ഛേദന എന്നുള്ള നിയമം യഹൂദന് കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താണ്? അത് കാണിക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട മനുഷ്യനാണ്, ഞാൻ ലോകത്തോട് വേർപാട് പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അഗ്രചർമ്മം കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കംസിഷൻ യഹൂദജാതി കൊണ്ടുവന്നത്. അതാണ് അതിൻ്റെ റിയൽ മീനിങ്. എന്നാൽ സ്നാനത്താൽ നാം എന്ത് ചെയ്യുന്നു? സ്നാനം അഗ്രചർമ്മത്തിന് പകരമല്ല, എന്നാൽ സ്നാനത്തിലൂടെ നാം അതേ കാര്യം നിറവേറ്റുകയാണ്. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിക്കുന്നു, ഞാൻ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് എന്ന ബോധപൂർവം നാം ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു. സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെട്ട് സ്നാനജലത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഞാൻ ഇനി ക്രിസ്തുവിന് ജീവിക്കും, ഞാൻ ലോകത്തോട് വേർപെട്ടവനാണ് എന്ന ഉറപ്പോടും നിശ്ചയത്തോടും കൂടെ നിൽക്കേണ്ടതാണ് എന്നുള്ള പഠിപ്പിക്കലാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ ശരീരത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല, ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരെ വിമർശിക്കുന്നുണ്ട്, ഹൃദയത്തിന് പരിച്ഛേദനയില്ലാത്തവരെ എന്ന്. അപ്പോസ്തലന്മാർ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിപ്പിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു എന്നുള്ള ബോധപൂർവം സ്നാനത്താൽ അടക്കപ്പെടുകയും വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി ഉയർപ്പിന് നിദാനമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആധികാരികത അവിടെ കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്. ബറീഡ് വിത്ത് ജീസസ് ഇൻ ബാപ്റ്റിസം. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ സ്നാനത്താൽ കുഴിച്ചിടപ്പെടുകയും വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതിലൂടെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി പുതുജീവൻ പ്രാപിച്ച് ജീവിക്കുന്നു എന്നുള്ളതുമാണ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. ഇനി 13-14 വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ഗോഡ്. ഇവിടെ മനുഷ്യരെ മാത്രമല്ല ഭൂതാത്മാക്കളെയും പിശാചുക്കളെയും കൂടെ കാട്ടുകയാണ്. ഇവരൊക്കെ നമുക്കെതിരെ പോരാടുന്ന ശക്തികളാണ്. മനുഷ്യരിലൂടെ പിശാചുക്കൾ പ്രവർത്തിക്കും നമുക്കെതിരെ, ദൈവത്തിനെതിരെ. എന്നാൽ ഇതിനെയെല്ലാം നമുക്കെതിരെ പോരാട്ടമുണ്ടായിരുന്ന ദുഷ്ടശക്തികളെയെല്ലാം സ്ട്രിപ്പ് ചെയ്ത് പരസ്യകോലമാക്കി തീർത്തു ക്രൂശിൽ എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആക്ച്വലി ക്രൈസ്റ്റ് വാസ് സ്ട്രിപ്ഡ് ഓഫ് വെൻ ഹി വാസ് ക്രൂസിഫൈഡ്. നമ്മൾ കർത്താവിൻ്റെ ഒരു ക്രൂശിലൊക്കെ കാണുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ അല്പം തുണിയൊക്കെ ഉള്ളതായിട്ട് ചിത്രകാരന്മാർ വരച്ചു കാട്ടുമെങ്കിലും യേശു ക്രിസ്തുവിനെ മുഴുനഗ്നനായിട്ടാണ് ക്രൂശിൽ കിടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ക്രിസ്തു ആത്മാവിൽ തൻ്റെ ക്രൂശീകരണത്തിലൂടെ പിശാചിനെയും അവൻ്റെ പ്രവർത്തനത്തെയും പൈശാചികമായ സകല അധികാരത്തെയും വാഴ്ചകളെയും സ്ട്രിപ്പ് ഓഫ് ചെയ്ത് പരസ്യകോലമാക്കി എന്ന് കാണുന്നു. ദൈവത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ദുഷ്ടശക്തികളെ ആ ക്രൂശിൽ യേശു പരസ്യകോലമാക്കി. കാരണം എന്താണ്? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. യേശു പാപം ചെയ്തിട്ടില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. താൻ പാപം ചെയ്തിട്ടില്ല. അപ്പോൾ പിശാചിൻ്റെ മുൻപിൽ ഒരു ചലഞ്ചായി നിൽക്കുകയാണ് ക്രിസ്തു. അതേ കണ്ടുകൊണ്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ തോറ്റത് അന്നത്തെ ന്യായാധിപൻ, ഇപ്പം സാധുക്യരും പരീശനും ഒക്കെ പറഞ്ഞു അവനെ ക്രൂശിക്കുക എന്ന് അർത്ഥഹസിച്ചു. അവനെ ക്രൂശിച്ചു. എന്നാൽ ഇവരാരാന്ന് നമ്മൾ ഓർക്കണം.
നമ്മളിന്ന് പെന്തക്കോസ്ത് കോളത്തിൽ ഏറ്റവും വിശുദ്ധമായ കൂട്ടം ഏതാണെന്നൊരു പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിന് തുല്യമായി യഹൂദന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഭക്ത ശിരോമണികൾ ആയിരുന്നു പരീശന്മാർ. അവരുടെ നെറ്റിയേൽ അവരെപ്പോഴും നെറ്റിപ്പട്ടം പോലെ വെക്കുന്നത് എന്താണ്? ദൈവവചനമാണ്. അവർ മോശക്കാരല്ല, അവർ നല്ല ആളുകളായിരുന്നു. എന്നാൽ കർത്താവ് പഠിപ്പിച്ചു, പരീശന്മാരെയും സാധുക്യരെയും കപടഭക്തിക്കാർ എന്ന് യേശു വിളിച്ചു. കാരണം തൻ്റെ സ്വന്തം പ്രവൃത്തിയാൽ അവരുടെ വിശുദ്ധിയെ എടുത്തു കാട്ടുവാൻ അവർ ശ്രമിച്ചു, തങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും ജീവിക്കുന്നതും കർമാനുഷ്ഠാനങ്ങളാലല്ല, ഇന്ന ദിവസം ആരാധിക്കുന്നു എന്നുള്ള ചടങ്ങ് കൊണ്ടല്ല, പിന്നെയോ യേശുവുമായിട്ടുള്ള സഖിത്വത്തിൽ നിൽക്കുന്നതിനാലാണ്. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് പിശാചിനെ പേടിച്ചോ ദൈവത്തെ സ്വർഗത്തെ പേടിച്ചോ നരകത്തിൽ പോകുന്ന ഭയൊന്നും ആയിരിക്കരുത്. എൻ്റെ പിതാവായ ദൈവം പരിശുദ്ധനാണ്, മശിഹ കർത്താവ് വിശുദ്ധനാണ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശുദ്ധനാകിയാൽ ഞാൻ വിശുദ്ധിയിൽ നിലനിൽക്കേണ്ടത് എൻ്റെ അഭിമാനത്തിൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ക്രിസ്തുവിനോടുള്ള സഹിത്വത്തിൽ ഞാനത് സ്നേഹത്താൽ ചെയ്യുന്നു. ഒരു ചടങ്ങിനായിട്ടോ ഒരു ലോക നിയമത്താലോ ആയിരിക്കരുത് എന്നുള്ള പഠനമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമ്മളൊരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിൻ്റെ മാന്യത കാപ്പാൻ ശ്രമിക്കും. ഒരു കുടുംബത്തിലുള്ളവൻ മദ്യപിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും പേരുദോഷമാണെന്ന് കണ്ടാൽ അവൻ കുടിക്കുകയില്ല. അവൻ മാന്യതയോടെ അഭിമാനം കാത്തു രക്ഷിക്കും. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ദൈവം വിശുദ്ധനാണ്, എൻ്റെ രക്ഷിതാവായ ക്രിസ്തു വിശുദ്ധനാണ്, എന്നിൽ നിവസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശുദ്ധനാണ്, അതുകൊണ്ട് ഞാൻ വിശുദ്ധമായി ജീവിക്കും. നീ കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന എഴുതപ്പെട്ട് കിടക്കുന്നത് കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു പരിച്ഛേദനയേറ്റിരിക്കുന്നു. ആ നിയമത്താൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന പ്രകാരം ഞാൻ വിശുദ്ധിയിൽ നിലനിൽക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് ഒരു ഭക്തനുണ്ടാകേണ്ടത് എന്ന പഠിപ്പിക്കലാണ് അവിടെ തരുന്നത്. യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലൂടെ സാത്താനെ ക്രൂശിൽ പരസ്യകോലമാക്കി. ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്ത്യർ 2:8 പ്രസ്താവന. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. യേശു ശത്രുവിനെ പരസ്യകോലമാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ക്രൂശിൽ സ്ഥാപിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം. നേതാക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവർ യേശുവിനെ ക്രൂശിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊരു ചടങ്ങിനാൽ ചതിക്കപ്പെടരുത്. ഇന്ന ചടങ്ങ് നീ ചെയ്താൽ സ്വർഗത്തിൽ പോവും, ഇന്ന ദിവസം ആരാധിച്ചാലേ നീ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഇതുപോലെയുള്ള ചടങ്ങുകളല്ല. ദൈവം എൻ്റെ ഹൃദയത്തിലുള്ളതിനാൽ ഞാൻ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൽ കൃപയാൽ എൻ്റെ ജീവിതയാത്ര നടത്തും. എൻ്റെ ദൈവം വിശുദ്ധനാകൊണ്ട് ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും. ഞാൻ നരകത്തിൽ പോകുമെന്ന് ഭയന്നല്ല, പിശാച് എന്നെ കുറ്റപ്പെടുത്തുമെന്ന് പേടിച്ചല്ല, മറ്റുള്ളവർ എന്നെ അപവാദം പറയുമെന്ന് ഭയന്നല്ല. എൻ്റെ പിതാവായ ദൈവം പരിശുദ്ധനാകൊണ്ട് ഞാൻ അവൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് വിശുദ്ധ ജീവിതം നയിക്കും എന്നുള്ളതായിരിക്കണം നമ്മുടെ നിലപാട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഇതേ ആശയം വേദപുസ്തകത്തിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മൾ പിശാചിനെ ജയിക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രൂശിൽ നിറവേറ്റിയ ആ യാഗത്താലാണ് പിശാചിനെ നാം ജയിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12 എടുത്ത് അതിൻ്റെ 11 വാക്യം വായിക്കാം. ആ 12:11 വായിച്ചേ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. നമ്മൾ പിശാചിനെ ജയിക്കുന്നത് ക്രൂശിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. ക്രൂശിൽ ചെറിയപ്പെട്ട യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. അതാണ് നമുക്ക് രക്ഷ തരുന്നത്.
വേറൊന്നുമല്ല. യേശു ക്രൂശിൽ നിർവഹിച്ച വിജയത്താൽ നാം വിജയിക്കുന്നു. അതിനെ നാം വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. 16ഉം 17ഉം വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ് എലമെൻറ്റ്സ്, നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ശരീരം മോശമല്ല. ഇതിനെ കൂടുതൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ പറയുകയാണ്, ഈ ദിവസം വാവ്, സംക്രാന്തി, ഇതുപോലൊക്കെ പറയുന്ന ദിവസങ്ങൾ കൊണ്ടല്ല, ഇതൊക്കെ യഹൂദൻ ആചാരമായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും ആചരിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതൊക്കെ വരാനിരിക്കുന്ന നന്മകളുടെ നിഴലായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പാസ് ഓവർ ലാമ്പ്, പെസഹ, യഹൂദനെ ദീർഘവർഷങ്ങൾ നടത്തി. യേശുവിൻ്റെ ക്രൂശിക്കുന്ന ദിവസവും പെസഹയായിരുന്നു. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ്? യേശുവിൻ്റെ കാൽവറി ക്രൂശിനെ നേരത്തെ കാണിക്കുക. അത് സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച ആ പ്രദേശത്ത് ഒരു ദിവസം ക്രൂശിൽ യാഗമാകും മാനവരാശിയുടെ മുഴുവൻ പാപമോചനത്തിനു വേണ്ടി. വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാൻ ദൈവം വഴിയൊരുക്കും. ആ യാഗത്തെ കാണിക്കുന്ന നിഴലുകളായിരുന്നു പെസഹ പെരുന്നാളുകൾ. അപ്പം യേശു ക്രൂശിതമായതിന് ശേഷം വിശ്വാസത്തിലേക്ക് വന്ന ക്രിസ്ത്യാനി ഈ പെസഹ ആചരിക്കേണ്ട കാര്യമില്ല, പ്രത്യേക ദിവസത്തിനൊരു പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം യഹൂദ മതത്തിൽ നിന്ന് വന്ന യഹൂദ ക്രിസ്ത്യാനികളെ പൗലോസ് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഫോൾസ് റിലിജിയനുള്ള ഒരു പ്രത്യേകത, അവയെല്ലാം ഫോൾസ് ഹ്യൂമിലിറ്റി കാണിക്കും. ഇപ്പം ഈ ദേവന്മാരെ ആരാധിക്കുക, ദേവന്മാരെന്ന് വേദപുസ്തകം പറയുന്നതൊക്കെ ഏഞ്ചൽസിനെയാണ്. നമുക്ക് വിശുദ്ധനായ ദൈവത്തെ നേരിട്ട് ടച്ച് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ദൂതന്മാരിലൂടെ നമുക്ക് ദൈവത്തെ റീച്ച് ചെയ്യാം. ദൈവം വിശുദ്ധനാണല്ലോ, അവന് നേരിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് വിശുദ്ധന്മാരെ നമുക്ക് കൂട്ടുപിടിക്കാം എന്നുള്ള ചിന്താഗതി. ഇതിനെയെല്ലാം തർജ്ജനം ചെയ്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പിതാവാം ദൈവത്തിനും മനുഷ്യനും മധ്യ ഏക മധ്യസ്ഥൻ, അത് കാൽവറി ക്രൂശ് യാഗമായ ക്രിസ്തുയേശു മാത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണം ദൈവത്തെ ആരാധിക്കാം. ഈ യഹൂദന്മാർക്ക് ഭക്ഷണപാനീയങ്ങളെക്കുറിച്ച് കുളമ്പ് പിളർന്നതിനെ കഴിക്കാം. എന്നാൽ കുളമ്പ് പിളർന്നതാണെങ്കിലും അത് രണ്ടാമത് എടുത്ത് എന്താ അതിന് പറയുന്നത്, അയവിറക്കുന്നില്ലെങ്കിൽ അതിനെ തിന്നാൻ പാടില്ല. ഇതുപോലെയുള്ള നിയമാവലികൾ മാറ്റിവെക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും നല്ലതാ, എല്ലാ ഭക്ഷണവും നല്ലതാണ്. അതാണ് 1 തിമോത്തി 4:4-5 വാക്യങ്ങൾ അത് പറയുന്നുണ്ട്, വായിക്കേണ്ട. എല്ലാ ദിവസവും നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്തോത്രത്തോടെ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഭക്ഷിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഫോൾസ് ഹ്യൂമിലിറ്റി, ഇവർക്കെന്താണ്, ഈ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ എടുക്കുന്നവർക്ക് അവർ ഭയങ്കര ഭക്തരാണെന്നങ്ങ് നടിക്കും, ഭയങ്കര വിനയമാണെന്നങ്ങ് കപട നാട്യം കാണിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫോൾസ് ഹ്യൂമിലിറ്റിയിൽ നിങ്ങൾ കണ്ട് ചതിയപ്പെടരുത്. ഫോൾസ് ഹ്യൂമിലിറ്റി ഞാൻ കൂടുതൽ അതിനെ വിശദീകരിക്കുന്നില്ല. ഒരു സഭയെ തകർക്കണമെങ്കിൽ വേറൊരാൾ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ വിശുദ്ധി പോരാന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ആളങ്ങ് വലിയ വിശുദ്ധനാകുക. അപ്പോൾ അതുപോലെ ഈ വിശുദ്ധരാകുക അങ്ങ് ഹ്യൂമിലിറ്റി ആയിട്ട് അങ്ങ് താഴും. പണ്ട് നമ്മുടെ നാട്ടിൽ കണിയന്മാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെത്ര പണം ഉണ്ടെങ്കിലും ആളുകളോട് മുഖലക്ഷണം പറയാൻ വരുമ്പോൾ അങ്ങ് കുനിയും. നല്ല ഉയരമുള്ള മനുഷ്യനാണേലും നടുവൊക്കെ അങ്ങ് വളച്ച് കുനിഞ്ഞ് അങ്ങ് വലിയ വിനയം കാണിക്കും. ഇതുപോലുള്ള ഫോൾസ് ഹ്യൂമിലിറ്റിയിൽ നിങ്ങൾ കള്ളക്കാപട്യത്തിൽ നടുങ്ങിപ്പോകരുതെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. കാപട്യ ഫോൾസ് ഹ്യൂമിലിറ്റിയിൽ കുടുങ്ങിപ്പോകരുത്. നമ്മൾ കുടുങ്ങാനിടയാകരുത്. നമ്മൾ ദൈവവചനത്തിലും ക്രിസ്തുവിലും ഫോക്കസ്ഡ് ആയിരിക്കണം. ഇതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ. ഇതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആത്മീയ
പ്രൈഡുള്ള ഒരു ചിലരങ്ങ് നടിക്കും, ഞാനങ്ങ് ആ വിശ്വാസത്തിൽ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ആത്മീയമായ ഒരു അഹങ്കാരം അങ്ങ് ഉടലെടുക്കുക. അവർ വിശുദ്ധിയുടെ പരമോന്നതിയിലാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അവരിൽ വ്യാപരിക്കുന്നത് ഒരു സ്പിരിച്വൽ പ്രൈഡാണ്. പരീശന്മാർക്ക് പറ്റിയത് അതാ. അത് ലീഡ് ചെയ്തത് യേശുവിനെ ക്രൂശിക്കാൻ അവർ ഉത്തേജിപ്പിക്കുന്നതിലാണ്. അവരുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നത്. കാരണം ശബത്ത് ആചരിക്കുന്നില്ല യേശു ശബത്ത് ആചരിച്ചിരുന്നു. എന്നാൽ അതിനകത്ത് കുറ്റം കാണുക. യേശു ശബത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തി. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചില്ല എന്നുള്ള കുറ്റാരോപണം ചുമത്തിക്കൊണ്ട് അവർ എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിക്കാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മളിതിലൊന്നും ചതിക്കപ്പെടരുത്. ആത്മീയ അരഗൻസ് നമുക്ക് പാടില്ല. നമ്മൾ യഥാർത്ഥ താഴ്മ നമ്മിലുണ്ടായിരിക്കണം. 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ വാക്കിയുടെ വായിച്ചോ. അതിനൊക്കെ എന്ത് പറയുന്നത്? ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അപ്പോൾ ഇവരുടെ ഈ ചെയ്യുകളൊന്നും തന്നെ വിശ്വാസ ജീവിതത്തിൽ മുതിരുവാൻ സഹായകജനകമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ലീഗലിസം, നീ കള്ളം പറയരുത്. അങ്ങനെ എഴുതി വെച്ച ഒരു ചട്ടം ഉണ്ടായിട്ടല്ല നീ കള്ളം പറയാതിരിക്കേണ്ടത്. പിന്നെയോ നീ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ കള്ളം പറയുന്നത് തെറ്റാണെന്നുള്ള ബോധവും എൻ്റെ യേശു പോഷ്ക്ക് പറയുന്നവനല്ലാത്തതുകൊണ്ട് അതിൻ്റെ മാതൃകയിൽ ഞാൻ പോഷ്ക്ക് പറയാതെ ഇരിക്കണം എന്നുമുള്ള ഒരു മാനദണ്ഡമാണ് നാം കാക്കേണ്ടത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അതാണ് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാർ. അവർക്ക് ഭയങ്കര നിയമാവലികളാണ്. എന്നാൽ നീതിയും കരുണയും അവർക്കില്ല, സ്നേഹവും കരുണയും അവർക്കില്ല. ചില ചടങ്ങുകളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ യേശു അവരുടെ കപടഭക്തിയെ കണ്ടു എന്നുകൊണ്ട് പറയുകയാണ്, ശാപത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മുടന്തനായവനോട് പറഞ്ഞ് നീ എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു കാളയോ കഴുതയോ ശാപത്ത് ദിവസത്തിൽ ഒരു കിണറ്റി വീണെന്നിരിക്കട്ടെ, നിങ്ങളതിനെ കയറ്റുകയില്ലയോ? ഉത്തരം എന്തുവാ? കയറ്റും. അന്നേരം അത് ചെയ്യും. അവരുടെ കാളയും കഴുതയും നഷ്ടപ്പെടരുതല്ലോ, അവരതിനെ കരയെ കയറ്റും. അങ്ങനെയെങ്കിൽ പിശാചി ബാധിച്ച് ഇങ്ങനെയായിരിക്കും, ഈ രോഗ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ സൗഖ്യം വരുത്തേണ്ടതിൽ എന്ത് കുറ്റമെന്ന് അവരോട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് യേശു സൗഖ്യം വരുത്തുന്നത്. എന്നിട്ട് പറയുകയാണ്, ശാബത്ത് മനുഷ്യർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ മനുഷ്യനെ ദൈവം ശാബത്ത് കൊടുത്തിരിക്കുന്ന അവൻ്റെ നന്മയ്ക്കാണ്, അല്ല അവനെ ഉപദ്രവിക്കാനല്ല. ദൈവം നന്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ്റെ നന്മയ്ക്കായിട്ട് ശാബത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ളത് യേശു വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ആത്മീയമായ യഹൂദന്മാരൊന്നും വലിയ മുന്നോട്ടത്തിലൊന്നുമല്ല. ഏതാണ്ട് 13% ആളുകളെ വിശ്വാസികളുള്ളൂ, യഹൂദ മതത്തിലുള്ള വിശ്വാസം. എന്നാൽ ഞങ്ങൾ ഇസ്രയേലിൽ പോയി ഏതാണ്ട് 17 വർഷത്തിന് മുമ്പ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എലിവേറ്ററിലൊന്നും നമ്മൾ കുത്തണ്ട, കറക്റ്റ് നമുക്ക് എല്ലാം റൂമിൻ്റെ അവിടെ ആകുമ്പോൾ ഇത് തുറന്നുകൊള്ളും. ആ രീതിയിൽ അവർ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്തിനാണ്? എലിവേറ്ററിൻ്റെ സ്വിച്ചെ പോലും നമ്മൾ, ബട്ടണെ പോലും നമ്മൾ ഞെക്കാൻ പാടില്ല, അത് പ്രവൃത്തിയാണ്. അപ്പോൾ ഈ നൂറ്റാണ്ടിലും യഹൂദൻ്റെ നിയമം പ്രവൃത്തിയൊന്നും ചെയ്യരുത് ശാബത്തിൽ. ഞാൻ ചെന്ന് പറ്റിയത്, ഞങ്ങൾ ചെന്നത് അബദ്ധത്തിൽ ശാബത്തിലാണ്, ശനിയാഴ്ച ദിവസം. ഒരു ബട്ടണെ പോലും ഞെക്കാൻ പാടില്ല. അപ്പം ദൈവം ശാപത്തുണ്ടാക്കിയത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവൻ വിശ്രമിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അവന് രോഗമുണ്ട്, സൗഖ്യമാക്കുന്നതിനൊന്നും അത് തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു കൂടുതൽ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് ശാപത്തുകളിലാണ്.
എന്നാൽ എല്ലാ ശാബത്തിലും യേശു ദേവാലയത്തിൽ ചെല്ലുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഹോളി മാൻ എന്ന് നടിക്കുന്ന ആളുകൾ ചെയ്യുന്നത് സെൽഫ് ഫോക്കസ്ഡ് ആണ്. ഞാൻ എത്ര പ്രാവശ്യം പള്ളിക്ക് ചുറ്റും ഉരുണ്ടു, ഞാൻ എത്ര പ്രാവശ്യം ഉപവസിച്ചു. ഉപവാസത്തിനൊന്നും ഞാനെതിരല്ല, എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും നമ്മളൊക്കെ ഉപവസിക്കുന്നവരുണ്ട്. ഉപവാസം നല്ലതാണ്. എന്നാൽ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഉപവാസം പോലും തെറ്റാണ്. എന്നെ ഉയർത്താനായി ഞാൻ ഉപവാസം ചെയ്യാൻ പാടില്ല. ദൈവസന്നിധി താഴുവാനും ദൈവനാമം എന്നിലൂടെ ഉയർത്തപ്പെടേണ്ടതിനുമായിട്ട് ഞാൻ ഉപവസിക്കുന്നതിൽ തെറ്റില്ല, അത് നല്ലതാണ്. എന്നാൽ ചിലർ അവരെ തന്നെ ഉയർത്തി കാണിക്കാനായിട്ട് ഞാൻ ഉപവാസത്തില്ല. അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് വെളിപ്പെടേണ്ടതുമല്ല, കാണിക്കേണ്ടതിനുമല്ല, സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കാൻ പാടില്ല. നമ്മുടെ ക്രിസ്ത്യ ലൈഫ് കപടഭക്തിയിൽ അധിഷ്ഠിതമാകരുത്. അത് ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഫോക്കസ്ഡ് അപ്പോൺ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അപ്പം ഈ പ്രവൃത്തിയിലൂടെ എനിക്ക് ഇതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നവർ ചെയ്യുന്നത് ദൈവത്തെ അവർ റീച്ച് ചെയ്യുക, നോക്കുക അവരുടെ പ്രവൃത്തി കൊണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റി വെളിപ്പെടുത്തുന്നത് ദൈവം മനുഷ്യനിലേക്ക് വന്ന് അവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രവൃത്തി മൂലം ഞാൻ ദൈവത്തെ അടുത്ത് ചെന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളതല്ല. സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിലൂടെ ഞാൻ രക്ഷ പ്രാപിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കൃപ, ആ കൃപയിലൂടെ രക്ഷ പ്രാപിച്ച ഞാൻ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നേറുന്നു. എൻ്റെ പ്രവൃത്തി എന്നെ രക്ഷിക്കുവാനോ നീതീകരിക്കാനോ പര്യാപ്തമല്ല. വിശ്വാസത്താൽ നീതീകരണം എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കീപ് ഫോക്കസിങ് അപ്പോൺ ജീസസ് ക്രൈസ്റ്റ് ഫോർ ഹൂ ഹി ഈസ്. അവൻ ദൈവമാണ്, അവൻ ജഡത്തിൽ വന്ന ദൈവമാണ്. വാട്ട് ഹി did on the cross, that sacrifice is for redeeming me. അവനുമായിട്ട് ട്രൂ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. എന്നെ ഉയർത്തുവാനല്ല, ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞാൻ ക്രിസ്ത്യ ജീവിതം നയിക്കണം. കീപ് ഫോക്കസിങ് അപ്പോൺ ജീസസ്. യേശുവിൽ നമ്മുടെ ദൃഷ്ടിയായിരിക്കട്ടെ. അവനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് വിജയികളായി മുന്നേറാം. ദൈവം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.